ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് തിയറം 3 ആണ്. ഈ തിയറത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു യൂണിഫോം കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ കോഷി സീക്വൻസിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, നമുക്ക് തിയറം നോക്കാം. ഇഫ് എഫ് ഫ്രം എ ടു ആർ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ സബ്സെറ്റ് എ ഓഫ് ആർ and if xn is a Cauchy sequence in A, then f of xn is a Cauchy sequence in R. അതായത് ഒരു കോഷി സീക്വൻസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡൊമൈൻ സെറ്റിൽ ഒരു കോഷി സീക്വൻസ് എടുക്കുകയാണെങ്കിൽ ആ കോഷി സീക്വൻസിൻ്റെ എഫ് ഓഫ് എക്സൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസും എന്ത് തന്നെയായിരിക്കും? കോഷി സീക്വൻസ് തന്നെയായിരിക്കും. അതായത് യൂണിഫോം കണ്ടിന്യൂസ് ഫങ്ഷൻസ് കോഷി സീക്വൻസിനെ കോഷി സീക്വൻസിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. പ്രൂഫ് നോക്കാം. ലെറ്റ് എഫ് ഫ്രം എ ടു ആർ ബി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ആൻഡ് എക്സ് എൻ ബി എ കോഷി സീക്വൻസ് ഇൻ എ. ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് ഒരു യൂണിഫോം കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എക്സ് എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ഇൻ എ ആണ്. ചൂസ് എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 since f is uniformly continuous on A. Corresponding to this epsilon, there exists a delta greater than 0 such that for any x comma u belongs to A, modulus f of x minus f of u less than epsilon whenever mod x minus u less than delta. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു എപ്സിലോൺ ചൂസ് ചെയ്യണം. ഓക്കെ, ആ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏതൊരു എക്സ് കോമ യു എന്നീ രണ്ട് പോയിൻറ്റ്സ് നിങ്ങൾ ഡൊമൈൻ സെറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു എന്ന് പറയുന്നത് ലെസ് ദാൻ ആപ്സിലോൺ ആയിരിക്കും വെന്നെവർ മോഡ് എക്സ് മൈനസ് യു എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ. ഓക്കെ, അവിടെ നമ്മൾ ഡയറക്റ്റ് യൂണിഫോം കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. Given xn is a Cauchy sequence in A, hence corresponding to delta greater than 0, there exists a P belongs to n such that mod xn minus xm less than delta for all m comma n greater than or equal to P. ഇവിടെ നമ്മൾ കോഷി സീക്വൻസിൻ്റെ ഡെഫിനേഷൻ എഴുതുന്നു. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് നമുക്ക് എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു കോഷി സീക്വൻസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഏതൊരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ പി എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ ഡെൽറ്റ ഫോർ ഓൾ എം കോമ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി. ഫ്രം 1 and 2 it follows that mod f of xn minus f of xm less than epsilon for all m comma n greater than or equal to p. അതായത് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് മോഡ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ ഡെൽറ്റയാണ്. ഓക്കെ, ഈ എക്സ് എമ്മും എക്സ് എൻ എവിടുത്തെ ആൾക്കാരാണ്? എ എന്ന് പറയുന്ന ഡൊമൈൻ സെറ്റിലെ രണ്ട് പോയിൻറ്റ്സ് ആണ്. ഓക്കെ, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ തൊട്ട് മുകളിലത്തെ യൂണിഫോം കണ്ടിന്യൂറ്റിയിൽ നമ്മൾ പറഞ്ഞു എക്സ് മൈനസ് യു എന്ന് പറയുന്ന ആ മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ അവരുടെ ഫങ്ഷൻ വാല്യൂസും എന്തായിരിക്കും? ലെസ് ദാൻ ആപ്സിലോൺ ആയിരിക്കും. ഓക്കെ, ആ എക്സിന് യുക്കും പകരം നമ്മളിവിടെ എന്തെടുക്കണം? എക്സ് എന്നും എക്സ് എം എടുക്കുന്നു. മോഡ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ ഡെൽറ്റ ആയതുകൊണ്ട് എന്ന് പറയാം മോഡ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് മോഡ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എം എന്ന് പറയുന്നത് ലെസ് ദാൻ ആപ്സിലോൺ ആയിരിക്കും ഫോർ ഓൾ എം കോമ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പിക്ക്. Since epsilon greater than 0 is arbitrary, we can conclude that f of xn is a Cauchy sequence in R. ഓക്കെ, എപ്സിലോൺ എന്ന് പറയുന്നത് ഏതൊരു എപ്സിലോണും എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മോഡ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് എന്ത് തന്നെയായിരിക്കും? ഒരു കോഷി സീക്വൻസ് ഇൻ ആർ ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഈ തിയറത്തിൽ കണ്ടത് ഒരു യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ കോഷി സീക്വൻസിനെ കോഷി സീക്വൻസിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിഫോം കണ്ടിന്യൂസ് എന്നുള്ളൊരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്തില്ല എങ്കിൽ കോഷി സീക്വൻസിനെ കോഷി സീക്വൻസിലേക്ക് മാപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സിംപ്ലി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിനൊരു എക്സാമ്പിളാണ് നമ്മളിനി കാണുന്നത്. ഇഫ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ and if xn
is Cauchy sequence in A, then f of xn need not be a Cauchy sequence. Okay, f of xനായിട്ട് ഞാൻ 1/n എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കണം. നമുക്കറിയാം 1/n എന്ന് പറയുന്ന സീക്വൻസ് എന്തല്ല, ആ ഒരു സീക്വൻസ് അല്ല, ആ ഒരു ഫംഗ്ഷൻ എന്തല്ല, ഒരു യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല. സീറോയുടെ അടുത്തുള്ള പോയിൻറ്റ്സ് എടുക്കുമ്പോൾ അവിടെ യൂണിഫോം കണ്ടിന്യൂറ്റി ഫംഗ്ഷൻ്റെ നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സിന് ഈക്വൽ ടു ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, യൂണിഫോംലി കണ്ടിന്യൂസ് അല്ലാത്ത 1/n എന്ന് പറയുന്ന ഫംഗ്ഷനായിട്ട് ഞാൻ ചൂസ് ചെയ്യാണ്. ഡൊമെയിൻ സെറ്റ് ഓപ്പൺ ഇൻ്റർവൽ 0,1. കൺസിഡർ ദ സീക്വൻസ് xn ഈക്വൽ ടു 1/n. n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് മൈനസ് സെറ്റ് 1, അതായത് 2, 3, 4, 5 അവിടെ തൊട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. We know 1/n is a Cauchy sequence, but f of xn, sequence f of xn equal to sequence f of 1/n equal to 1/1/n equal to sequence n is not a Cauchy sequence. എന്താ പറയുന്നത്? എക്സ് എന്ന് പറയുന്ന സീക്വൻസ് 1/n ആണ്. ആ 1/n എന്ന് പറയുന്ന സീക്വൻസ് എന്താണ്? കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്നൊരു സീക്വൻസ് ആണ്. നമുക്കറിയാം റിയൽ നമ്പേഴ്സിൽ നമ്മൾ ഒരു കൺവേർജൻ സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതെന്തായാലും എന്തായിരിക്കും? ഒരു Cauchy സീക്വൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 1/n എന്ന് പറയുന്നത് ഒരു Cauchy സീക്വൻസ് ആണെന്ന് അറിയാം. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് 1/n ആണ്. എഫ് ഓഫ് 1/n എന്ന് പറയുന്നത് 1/1/n ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു n ആണ്. n എന്ന് പറയുന്നത് എന്തല്ല? ഒരു Cauchy സീക്വൻസ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മളെടുത്തിരുന്ന ഫംഗ്ഷൻ സിമ്പിളി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്തപ്പോൾ എന്താവുന്നില്ല? Cauchy സീക്വൻസിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല. Cauchy സീക്വൻസിൽ നിന്ന് Cauchy സീക്വൻസിലേക്ക് മാപ്പ് ചെയ്യുന്നില്ല. എന്നാൽ നമ്മളെടുത്തിരുന്ന ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരുന്നെങ്കിൽ അതെന്തായാലും എന്തായേനെ? Cauchy സീക്വൻസിലേക്ക് തന്നെ മാപ്പ് ചെയ്തേനെ. ഓക്കെ, ഇനി അടുത്തത് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം. A function f is uniformly continuous on the interval open interval ab if and only if it can be defined at the end points a and b such that the extended function is continuous on closed interval ab. ഇവിടെ പറയുന്നത് ഒരു ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് എന്താ പറയുന്നത്, എയും ബിയും ആ എൻഡ് പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ ഡിഫൈൻ കൂടെ ചെയ്യുകയാണെങ്കിൽ ആ എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ എന്താണെന്നാണ് പറയുന്നത്? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസും കൂടിയായിരിക്കും. ഓക്കെ, ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ്റെ ആ ഓപ്പൺ ഇൻ്റർവെലിൻ്റെ എൻഡ് പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ ഡിഫൈൻഡും കൂടിയാണെങ്കിൽ എന്തായി മാറും? ആ ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ഫംഗ്ഷനായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആണെന്ന് അസ്യൂം ചെയ്തിട്ട് എന്ത് കാണിക്കണം? എഫ് ഹാസ് എ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണെന്ന് കാണിക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് കാണിക്കണം? എഫ് ഹാസ് എ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആണെന്നും കാണിക്കണം. അപ്പോൾ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എളുപ്പമാണ്. കാരണം എന്താ? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്കറിയാം ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ഫങ്ഷൻസൊക്കെ എന്തായിരിക്കും? യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അതിൻ്റെ സബ്സെറ്റ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണല്ലേ. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ അവരെന്തായാലും ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ എന്തായിരിക്കും? യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് പാർട്ട് നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് എന്താണ്? ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനൊരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലുണ്ടെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഹിയർ സെക്കൻഡ് പാർട്ട് ഈസ് ക്ലിയർ ബിക്കോസ് എഫ് ഹാസ് എ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി വിച്ച് ഇംപ്ലൈസ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി
which implies f is uniformly continuous on closed interval ab, which implies f is uniformly continuous on open interval ab. Okay, we will prove first part given f is uniformly continuous on open interval ab. ഓക്കെ, അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമുക്ക് എന്ത് കാണിക്കണം? അതിനൊരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലുണ്ടെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന രീതിയിൽ ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യും. ദെൻ നമ്മൾ എന്ത് പറയും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എയിലേക്കാണ് കൺവേർജ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ നമുക്ക് എന്ത് പറയും? സീക്വൻഷ്യൽ ക്രൈറ്റീരിയ പ്രകാരം എക്സ് എന്ന് പറയുന്ന സീക്വൻസ് എയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്, എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓൺ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡൊമൈൻ എന്ന് നമുക്ക് പറയാം. ആ ഒരു സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മളിവിടെ പ്രൂഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. Consider a sequence xn in open interval ab such that limit xn equal to a, which implies xn is a Cauchy sequence, which implies sequence f of xn is a Cauchy sequence. Since f is uniformly continuous by theorem 3, which implies f of xn is convergent. ഓക്കെ, ഇവിടെ പറയുന്നത് ഇത്ര മാത്രമാണ്. നമുക്കറിയാം ഓപ്പൺ ഇൻ്റർവെൽ എ ബിയുടെ ലിമിറ്റ് സെറ്റ്, അതായത് ആ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയുടെ ഒരു ലിമിറ്റ് പോയിൻ്റാണ് എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഒരു സെറ്റിൻ്റെ എ എന്ന് പറയുന്ന ഒരു സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റാണ് സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ആവണമെങ്കിൽ നമുക്ക് എന്താണ് കണ്ടീഷൻ? ഈ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് എവിടെ ഉണ്ടായിരിക്കണം? ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിലുണ്ടായിരിക്കണം. ഓക്കെ, എന്തായിരുന്നു? നമുക്ക് വേണമെങ്കിൽ എ എന്ന് പറയുന്നത് മാറ്റിയിട്ട് എക്സ് ആക്കാം. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു സെറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. അതിലെ ലിമിറ്റ് പോയിൻ്റാണ്, ആ സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റാണ് എക്സ് എന്ന് പറയുന്ന പോയിൻ്റ് എങ്കിൽ എന്താണ് അവിടെ കണ്ടീഷൻ? ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് സെറ്റ് എയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സീക്വൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? എക്സ് എന്ന് പറയുന്ന പോയിന്റ് ആ സെറ്റ് എയുടെ ലിമിറ്റ് പോയിന്റ് ആണെന്ന് പറയും. ഇനി നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയുടെ ലിമിറ്റ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ്. അങ്ങനെയെങ്കിൽ എയിലേക്ക് കൺവേർജ് ചെയ്യുന്ന രീതിയിൽ ഒരു സീക്വൻസ് എക്സ് എൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ അങ്ങനെ ഒരു സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ലിമിറ്റ് എക്സ് എന്ന് പറയുന്നത് എ ആയിട്ട് അവിടെ എടുത്തത്. അപ്പോൾ ഇതൊരു റിയൽ സീക്വൻസ് ആണ്, റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. റിയൽ നമ്പേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫീൽഡ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയുള്ള കൺവേർജൻ സീക്വൻസുകളൊക്കെ എന്തായിരിക്കും? കോഷി സീക്വൻസുകളായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? എക്സ് എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആണെന്ന് പറഞ്ഞു. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ യൂണിഫോമിലെ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആണെന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ തൊട്ട് മുൻപ് പറഞ്ഞ തിയറം 3 പ്രകാരം എന്ത് പറയാം? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോഷി സീക്വൻസ് ആയിരിക്കും. കോഷി സീക്വൻസ് ഓൺ റിയൽ നമ്പേഴ്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിലെ ഒരു കോഷി സീക്വൻസ് ആണ്. അങ്ങനെയെങ്കിൽ അവരെന്തായിരിക്കും? കോഷി സീക്വൻസ്, റിയൽ നമ്പേഴ്സിലെ കോഷി സീക്വൻസുകളൊക്കെ എന്താണ്? കൺവേർജൻറ്റ് സീക്വൻസുകളാണ്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്തായി വന്നു? ഒരു കൺവേർജൻറ്റ് സീക്വൻസ് ആയിട്ട് നമുക്ക് കിട്ടി. അതാണ് ഈ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ എന്തെടുക്കാണ്? ലെറ്റ് എൽ ഈക്വൽ ടു ലിമിറ്റ് എഫ് ഓഫ് എക്സ് എൻ നൗ ഡിഫൈൻ എഫ് ഓഫ് എ ഈക്വൽ ടു എൽ. അതായത് നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സ് എൻ കൺവേർജൻ്റ് ആണ്. ആ കൺവേർജൻ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ ഞാൻ ക്യാപിറ്റൽ എൽ എന്നായിട്ട് എടുത്തു. നൗ ഡിഫൈൻ എഫ് ഓഫ് എ ഈക്വൽ ടു എൽ. എഫ് ഓഫ് എനെ ഞാൻ എല്ലായിട്ട് ഡിഫൈൻ ചെയ്യാണ്. നമുക്കിനി പ്രൂവ് ചെയ്യാനുള്ളത് യു എന്ന് പറയുന്ന വേറൊരു സീക്വൻസ് ഞാൻ കൺസിഡർ ചെയ്യാണ്.
ആ യു എൻ എയിലേക്ക് കൺവേർജ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എഫ് ഓഫ് യു എൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആയ എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നും കൂടിയാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അതെന്തിനാണ് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ നോക്കാം, നമുക്ക് പ്രൂഫ് കണ്ടിന്യൂ ചെയ്യാം. ലെറ്റ് യു എൻ ബി എനി സീക്വൻസ് വിച്ച് ഈസ് കൺവേർജസ് ടു എ ബൈ എബവ് ആർഗ്യുമെൻറ്റ് എഫ് ഓഫ് യു എൻ കൺവേർജസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ ഒരു എക്സ് എന്ന് പറയുന്ന സീക്വൻസ് എയിലേക്ക് കൺവേർജ് ചെയ്യുന്ന രീതിയിലെടുത്തു. ഇവിടെ നമ്മൾ വേറൊരു സീക്വൻസ് യു എൻ എയിലേക്ക് കൺവേർജ് ചെയ്യുന്ന പോലെ നമ്മൾ എടുക്കുകയാണ്. അവിടെ തൊട്ട് മുകളിൽ എഫ് ഓഫ് എക്സ് എങ്ങനെയാണോ കൺവേർജൻ്റ് ആയ ആ സെയിം ആർഗ്യുമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം, എഫ് ഓഫ് യു എൻ എന്താണ്, ഒരു കൺവേർജൻറ്റ് സീക്വൻസ് ആണെന്ന് കിട്ടും. ആൻഡ് നൗ limit f of un equal to limit f of un minus f of xn plus f of xn, which is equal to limit f of un minus f of xn plus limit f of xn. Since f is uniformly continuous and limit xn minus un equal to limit xn minus limit un equal to a minus a equal to 0. For all epsilon greater than 0, mod f of xn minus f of un less than epsilon, that is limit f of xn minus f of un equal to 0. നമ്മളിനി അടുത്ത് കാണുന്നത് സീക്വൻസ് എഫ് ഓഫ് യു എൻ എവിടേക്കാണ് കൺവേർജ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻസ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ലിമിറ്റ് എഫ് ഓഫ് യു എൻ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം എഫ് എന്ന് പറയുന്ന സീക്വൻസ് എന്നാണ്, ഒരു യൂണിഫോംലി കണ്ടിന്യൂസ് സീക്വൻസ് ആണ്. അതായത് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് യു എൻ എന്തായിരിക്കും, ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഈ എപ്സിലോൺ എന്ന് പറയുന്നത് ആർബിട്രറി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് യു എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ എന്ത് വരും, ലിമിറ്റ് സീക്വൻസ് എഫ് ഓഫ് യു എന്ന് പറയുന്നത് എന്തായി മാറും, 0 പ്ലസ് ലിമിറ്റ് എഫ് ഓഫ് എക്സ് എൻ ആയിരിക്കും. ലിമിറ്റ് സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, ക്യാപിറ്റൽ എൽ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലിമിറ്റ് എഫ് ഓഫ് യു എന്ന് പറയുന്നത് എൽ ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ലിമിറ്റ് സീക്വൻസ് എഫ് ഓഫ് യു എൻ ഈക്വൽ ടു 0 പ്ലസ് എൽ ഈക്വൽ ടു എൽ നമ്മളെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത്, എഫ് ഓഫ് എ, ദാറ്റ് ഈസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ ആണെന്ന് നമുക്ക് കിട്ടി. ഇവിടെ അതായത് നമുക്ക് എന്ത് പറയാം, എക്സ് എൻ യു എൻ എന്ന് പറയുന്ന രണ്ട് ആർബിട്രറി സീക്വൻസ് എടുത്ത് അവരെവിടേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്, എയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള രണ്ട് സീക്വൻസുകൾ നമ്മളെടുത്തു. അവരുടെ എഫ് ഓഫ് എക്സ് എന്നും എഫ് ഓഫ് യു എൻ എവിടേക്ക് കൺവേർജ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കിട്ടി, എഫ് ഓഫ് എയിലേക്ക് കൺവേർജ് ചെയ്യേണ്ടതെന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ബൈ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ പ്രകാരം നമുക്ക് എന്ത് പറയാം, എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അറ്റ് എ പോയിൻറ്റ് എ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്, ഫംഗ്ഷൻ എവിടെയായിരുന്നു യൂണിഫോംലി കണ്ടിന്യൂസ്, ഓപ്പൺ ഇൻ്റർവൽ എ കോമ ബിയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി എന്ത് തന്നെയാണ്, കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ എന്ന് പറയുന്ന പോയിന്റിലും കൂടെ ഫംഗ്ഷൻ നേരത്തെ നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് എവിടെ കിട്ടി, ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലാണ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടിയത്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ എന്ന് പറയുന്ന പോയിന്റിലും കൂടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അതായത് ഇപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ഓപ്പൺ ബിയിൽ എന്താണ്, കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്തോ അതുപോലെ തന്നെ നമുക്ക് എന്ത് കാണിക്കാം, ബി എന്ന് പറയുന്ന പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാം. സിമിലർലി വി ക്യാൻ എക്സ്റ്റെൻഡ് എഫ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഓക്കെ, അപ്പോൾ ഏതൊരു യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓപ്പൺ ഇൻ്റർവെല്ലിൽ യൂണിഫോമിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏതൊരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിലും ആ ഫംഗ്ഷന് ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലുണ്ടായിരിക്കും. ഒരു ഇഫ് ആൻഡ് ഓൺ ഇഫ് കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് തിയറംസ് നന്നായി വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.